വരെ കാണാനില്ല. ഇട്ടിട്ട് പോവാണോ തെണ്ടി? എന്താ എന്നെ വന്നങ്ങ് വളഞ്ഞ്. ഇപ്പൊ നമ്മൾ പോണ്ടിച്ചേരി വന്നു. പോണ്ടിച്ചേരി വന്നിട്ട് നമ്മള് ഉച്ചക്കത്തെ രാവിലത്തെ ഫുഡെല്ലാം കൂടെ ഒരുമിച്ച് കഴിച്ച് ഇപ്പൊ ഒന്ന് റിഫ്രഷ്ഡ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കും. ഇനി അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോയിട്ട് ഒരു റൂം കണ്ടുപിടിക്കണം. അപ്പം സ്റ്റേ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്ലീനിങ് പരിപാടിയൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത്. എല്ലാവരും നല്ല ടയേർഡാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം പോയി കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങി റെസ്റ്റ് ആൻഡ് റിലാക്സ് ചെയ്തിട്ട് നൈറ്റ് വൈറ്റ് ടൗൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. നല്ല കുത്തുന്ന വെയിലാണ് കേട്ടോ ഇവിടെ. ഈ സമയത്ത് വരുവാണെന്നുണ്ടെങ്കിൽ വെയിൽ കൊണ്ട് മരിക്കുക. വൈകുന്നേരത്തെ വൈറ്റ് ടൗൺ വൈബ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ എസ്പെഷ്യലി ഇത് ഒരു സെക്കൻഡ് സാറ്റർഡേ ആണ്, ഒരു ലോങ് വീക്കെൻഡ് ആണ്. അപ്പം ഇവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ല. നമ്മൾ കാറിന് വന്നതുകൊണ്ട് ഓൾമോസ്റ്റ് പിടിയുകയും ചെയ്തു. പാർക്കിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കിലോമീറ്റർ ഇങ്ങോട്ട് വണ്ടിയും കൊണ്ടിങ്ങി വരേണ്ട വന്നു. നമുക്ക് സ്പേസും ഇല്ല. പിന്നെ അവിടെ നിൽക്കണം, സ്പേസും ഇല്ല. എന്ത് ചെയ്യുമെന്നൊരു പിടുത്തമില്ല. എന്തായാലും നല്ല റഷുണ്ട്. ഇവിടെ ഫുള്ള് വെറൈറ്റി കഫേകളാണ്. വെറൈറ്റി കഫേ ഉണ്ടോ? ഇവിടുത്തെ ഹോപ്പ് കഫേ ആണ്. ഇവിടെ ഇതിനകത്തുള്ള ഒരു പരിപാടി ഉണ്ടോ, നൈസ. അപ്പം ഈ ഒരു സ്ട്രീറ്റ് ഫുൾ അങ്ങനെ നമ്മുടെ ഫോർട്ട് കൊച്ചി വൈബ് കിട്ടും. ഇവിടെ വന്ന് നമ്മളിങ്ങനെ ഇറങ്ങി സ്ട്രീറ്റിനകത്തൂടെ ഇങ്ങനെ നടന്നു കഴിയുമ്പോഴത്തേക്കിനും അമ്മാതിരി ഒരു വൈബുള്ള സ്ഥലമാണ് പോണ്ടിച്ചേരി വൈറ്റ് ടൗൺ. ഈസ് ആക്ച്വലി ഫേമസ് ഫോർ ഇറ്റ്സ് ഫ്രെയിംസ്. അതായത് എങ്ങോട്ട് നോക്കിയാലും ഇവിടെ ഫ്രെയിമാണ്. ഫോട്ടോഗ്രാഫേഴ്സിന് പറ്റിയ അടിപൊളി പാരഡൈസ് ഓഫ് ഫ്രെയിംസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് ടൗണിനെ പറയാം. ഇവിടെ ആൾക്കാർ വൈറ്റ് ടൗണിലേക്ക് വരുന്നതും അതിന് വേണ്ടിയിട്ടാണ്. അതായത് ആ ഒരു വൈബ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ കൂടുതലും വൈറ്റ് ടൗണിലേക്ക് വരുന്നത്. പിന്നെ ഇവിടെ നടന്ന് വരുമ്പോൾ ഓരോ ബ്രാൻഡിൻ്റെ ഓരോ പ്രൊഡക്റ്റ് അവരിങ്ങനെ ഷോക്കേസ് ചെയ്ത് കാണിച്ചേക്കുന്ന ഒരു അടിപൊളി പരിപാടിയുണ്ട്. നൈസ് മൂഡാണ് കേട്ടോ. അതായത് ഇവിടെ ലേ പോണ്ടിച്ചേരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ എനിക്ക് തോന്നുന്നു അവരുടെ സമ്മർ വ്യൂവേഴ്സ് ആണെന്ന് തോന്നുന്നു അവർ ഷോക്കേസ് ചെയ്തേക്കുന്നത്. ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ആ ഒരു കളർ കോമ്പിനേഷനും അവർ ചൂസ് ചെയ്തേക്കുന്ന ആ ലൈറ്റിൻ്റെ ഒരു ചോയ്സും എല്ലാം സൂപ്പർ അടിപൊളിയായിട്ടുള്ള ഒരു കളേഴ്സ് ആൻഡ് കോസി ആയിട്ടുള്ള വൈബ്സാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പോണ്ടിച്ചേരി ഫോർ എ റീസൺ. അതൊക്കെ ഇതാണോ എന്നാ ചോദിക്കുന്നത്. സ്വപ്നക്കൂടിലെ ആ ഒരു വീട് തപ്പി ഇങ്ങനെ നടക്കുകയാണ്. ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങേയറ്റം പോയപ്പോൾ പറഞ്ഞ് ഇങ്ങേയറ്റത്തോട്ട് നടക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 400-450 മീറ്റർ നടന്ന് ഇങ്ങേയറ്റം എത്തി. ഇപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എവിടെടാ ഈ വീട്? എവിടെ? ഫൈനലി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് സ്പോട്ട്. ഇതാണ് സ്വപ്നക്കൂടിലെ നമ്മുടെ കുഞ്ഞും ടീം നിന്ന് ആ ഒരു വീട്. അതിപ്പോൾ ഒരു കഫേ ആയിട്ട് അവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ശ്രുതിക്ക് എന്തെങ്കിലും ഷോപ്പിലേക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ ഇങ്ങനെ ഫൈനലി എത്തിയിരിക്കുകയാണ്. കണ്ടുപിടിച്ച് ഗൈസ്. ഇവിടെയാണ് അവർ ആ സിനിമ ഷൂട്ട് ചെയ്തത്. ആൻഡ് ഈ സൈഡിൽ നമുക്ക് ഐറ്റലും കാണാം. സഞ്ജു ഇന്ന് ഭയങ്കരമായിട്ടും കളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആ 3 കളിയിൽ ഫെയിൽ ആയതിൻ്റെ ആ ഒരു ഇന്നങ്ങ് തീർത്ത് അപ്പോൾ ഒരു പരാതി ഇന്നങ്ങ് തീർത്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് സ്പോട്ട് കഫേ. അതേ മര്യാദയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് 2 പേർക്ക് കയറാൻ പറ്റുന്നില്ല ഉള്ളതല്ലേ ഇതിനർത്ഥം ആണ്. അങ്ങനെ നമുക്ക് ഈ ടേബിൾ കിട്ടിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളിയുടെ കുറച്ചൊരു പോഷൻ കാണാം. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ കാണുന്നില്ല. നമ്മളിവിടുന്ന് എന്തെങ്കിലും അതെ, ഇതാണ് സ്വപ്നക്കൂടിലെ വീട്. അവരിപ്പോൾ അതൊരു ഇത് ഇത്രയും വലിയ വീടായിരുന്നോടോ അവർ ഷൂട്ട് ചെയ്തത്? ഉണ്ടായിരുന്നല്ലേ? കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നമ്മുടെ സ്പോട്ട് കഫേയിലെ മെനു ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഒരുപാട് വിഭവങ്ങളൊന്നും ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്നില്ല. വളരെ മിനിമലായിട്ടുള്ള ഒരു ചെറിയൊരു മെനു. അതിനകത്ത് നമ്മളെ കണ്ടതല്ലിപ്പിക്കാത്ത കുറച്ച് പ്രൈസുകളാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇപ്പം ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം വെള്ളത്തിന് മിനറൽ വാട്ടറിന് 100 രൂപയാണ്. അത് പോണ്ടിച്ചേരിയിൽ എനിക്ക് തോന്നുന്നു എല്ലാ യൂണിറ്റ് ടെറിട്ടറിയിലും വെള്ളത്തിന് വില കൂടുതലാണ് തോന്നുന്നു. അതെ, ഇവിടെ ആൽക്കഹോളിന് വില കുറവാണ്.
നമ്മൾ ഇതിനകത്തു നിന്ന് ഞങ്ങളെല്ലാവരും ഓരോ ഡ്രിങ്ക് ചെയ്താൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനൊരു മോക്ടെയിൽ പറഞ്ഞു, പിന്നെ ഒരു പീസ പറഞ്ഞു, ഒരു ബർഗർ പറഞ്ഞു, പിന്നെ നമ്മൾ പിന്നെന്താ പറഞ്ഞത്, പീസ, ബർഗർ, മോക്ടെയിൽ, പിന്നെന്തായിരുന്നു, പിന്നെ ഒരു ചിക്കൻ സലാഡ് പറഞ്ഞു, ചിക്കൻ സാലഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പം കുറച്ച് വെയിറ്റ്, അതെ തന്നെ. പിന്നെ കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കണം, ഇവിടെ ആ ഒരു വൈബ് പിടിച്ചിരിക്കണം. കുറച്ച് ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അപ്പം ശ്രുതി ഇവിടെ ഫോട്ടോ എടുത്തും തകർക്കുകയാണ്. നമ്മളെല്ലാരും ശരിയാണ്. അപ്പൊ എല്ലാരും ഇവിടെ ആ ഒരു തണുത്ത കാറ്റും ഉണ്ട്. തണുത്ത കാറ്റും നമുക്കിവിടെ എൻജോയബിൾ ആണ്. താഴെ IPL ഇവിടെ ചെയ്യുന്നുണ്ട്. അവന്മാർ തിരിച്ചടിക്കണമെന്ന് തോന്നുന്നില്ല. DC അല്ലടാ തിരിച്ചടിച്ചോണ്ടിരിക്കുന്നത്, അതേപോലെ തിരിച്ചടിച്ചോണ്ടിരിക്കുക. കൊള്ളാം എന്തായാലും. നല്ലൊരു അങ്ങനെ നമ്മളൊരു അടിപൊളി ഡിന്നറൊക്കെ സ്പോട്ടിലിരുന്ന് കഴിച്ച് കുറേ നേരം അവിടെ ഇരുന്ന് കാര്യങ്ങളും കഥകളും ഒക്കെ പറഞ്ഞ് കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ സ്പോട്ട് വിട്ടു. എന്നിട്ട് നമ്മൾ നേരെ ബീച്ചിൽ പോയി കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്തു. പിന്നെ ഒരു പ്രത്യേകമുണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്താലും എങ്ങനെങ്കിലുമൊക്കെ ഒരു 3-4 മണിക്കൂർ അല്ലെങ്കിൽ 5-6 മണിക്കൂർ അങ്ങ് ഡിലേ ആകും. ഇന്ന് രാവിലെ 6 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചു. ഇപ്പൊ സമയത്തായി 9 മണിയായി. 3 മണിക്കൂർ പിന്നെയും ഡിലേ ആയിട്ടുണ്ട്. എന്ത് ചെയ്യുമെന്ന്, എങ്ങനെ ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. അതെ ഡിലേ. അപ്പോൾ നമ്മളിപ്പോൾ പോണ്ടിച്ചേരിയിലെ നമ്മുടെ റൂം ഇപ്പോൾ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ വൈറ്റ് ടൗണിൽ ഇറങ്ങി കുറച്ച് ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ അജണ്ട. അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. 2-3 ദിവസമായിട്ട് ചിക്കനൊക്കെ കഴിച്ചിട്ട് നമുക്ക് ആകെ മൊത്തത്തിൽ ഒരു ബോഡിക്ക് മൊത്തത്തിൽ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത. മസാല ദോശയും കാപ്പിയും കഴിക്കാം. ഓക്കെ, അപ്പോൾ വൈറ്റ് ടൗണിൽ കാണാം ഗൈസ്. നമ്മൾ പോണ്ടിയിൽ വന്നിട്ട് ഇവിടുത്തെ ഒരു മാർക്കറ്റിലോട്ട് ഇപ്പോൾ ഇറങ്ങിയതാണ്. അപ്പം ശ്രുതിക്കൊരു തൊപ്പി വാങ്ങിച്ചു, ഞാനൊരു തൊപ്പി വാങ്ങിച്ചു. നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല ബെസ്റ്റ് പ്രൈസിന് കിട്ടും കേട്ടോ. അതായത് ബാർഗെയിൻ ചെയ്യാൻ നാണക്കേടുള്ളവരാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കണം. അവർ സമ്മതിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എനിക്കത്ര അങ്ങനത്തെ ഒരു സ്കില്ലില്ല, പക്ഷേ ശരത്തിന് അങ്ങനത്തെ സ്കില്ലുണ്ട്. ഞാൻ അവൻ്റെ സൈഡിൽ നിന്നാണ് കുറച്ചെങ്കിലുമൊക്കെ ഈ ബാർഗെയിൻ സ്കിൽസ് പഠിച്ചത്. അപ്പോൾ ഇവിടെ നൈസ് കടകളുണ്ട്. കുറേ ഡ്രീം ക്യാച്ചേഴ്സ് ഉണ്ട്, കുറച്ച് ആർട്ടിഫാക്ട്സിൻ്റെ കുറേ കടകളുണ്ട്, പിന്നെ ചെറിയ സുവനീഴ്സിൻ്റെ ചെറിയ കടകളുണ്ട്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ശ്രുതിയോടെ എന്റെ കുട്ടിയൊന്നും 3 പേരെ കാണാനില്ല. ഇട്ടിട്ട് പോവാണോ തെണ്ടി? എന്താ എന്നെ വന്നങ്ങ് വളഞ്ഞ് ഇത്രയും തിരക്ക്. കരിക്ക് വെട്ടി കുടിക്കാനുള്ള ആൾക്കാരെ ഇതൊന്നും തോന്നുന്നു കേട്ടോ. ഒരു ഉത്സവത്തിലുള്ള ആള്. ഇവിടുത്തെ സൺഡേ മാർക്കറ്റാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞായറാഴ്ച ഇപ്പോൾ ഓൾമോസ്റ്റ് 11-20 ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഫോണിലാണെങ്കിൽ സ്റ്റോറേജ് ഇപ്പോൾ ഓൾമോസ്റ്റ് തീരാറായി കാണുന്ന വരുമ്പോൾ അടുത്ത വൺ ഓഫ് ദി മെയിൻ അട്രാക്ഷൻ ആണ് ഈ ജപ്പനീസ് ചെറി ബ്ലോസം സക്കൂറ ട്രീ. ഇതിങ്ങനെ ഈ കാറ്റത്ത് ഓരോന്ന് ഇങ്ങനെ വീണോണ്ടേ ഇരിക്കും. നല്ല രസമാണ്, നല്ല ഭംഗിയാണ് കാണാൻ. എൻ്റെ അടി വന്ന് ഇങ്ങനെ നിൽക്കാനും ഒരു അടിപൊളി ഫീലുണ്ട്. കൊള്ളാം, സൂപ്പർ. ഇവിടെ ഇങ്ങനെ ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് തന്നെ അവർക്ക് ഒരു ഗുഡ് ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷന് അത് കയ്യടി അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം എങ്ങോട്ട് നോക്കിയാലും ഫോട്ടോജനിക് ആയിട്ടുള്ള ഫ്രെയിംസാണ്. അപ്പോൾ വലിയ വേസ്റ്റിൻ്റെ ഗാർബേജസിൻ്റെ ഇഷ്യൂ ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആൾക്കാർക്ക് എവിടെയും വന്നിട്ട് നല്ല ഫോട്ടോജനിക്കായിട്ട് വന്നിട്ട് നല്ല ഫോട്ടോ എടുത്തിട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്ലേസസ് ആണ് പോണ്ടിച്ചേരി. അപ്പോൾ അതും അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. സ്ട്രീറ്റൊക്കെ അന്യായ ക്ലീനാണ്. അത്രയും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് അവർ ഈ ഒരു ഇടം മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കുന്നത്. അതായത് ഒരു വേസ്റ്റ് അവിടെ ഇവിടെ ഒന്നും ഇല്ലാതെ വളരെ നീറ്റായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് പോണ്ടിച്ചേരി.
ശരി, പോണ്ടിച്ചേരിയിലെ വൈറ്റ് ടൗൺ. വൈറ്റ് ടൗൺ നടന്ന് ക്ഷീണിച്ച് ശ്രുതിയും ബിനും ഇവിടെ ഉണ്ട്. സുബ്രു ഇപ്പോഴും പവറായിട്ട് നിൽക്കുക. പയറല്ല നീ പയറ്, ഒരു പ്രശ്നമില്ല സുബ്രുവിന്. പക്ഷേ കൊള്ളാം കേട്ടോ, സൂപ്പറാണ്. പുറത്തുള്ളതിനേക്കാളും കമ്പാരിറ്റീവ്ലി ചൂട് ഇതിനകത്ത് കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് അങ്ങ് ടയർഡ് ആവത്തില്ല. എങ്കിലും കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇനി നമ്മുടെ ആഫ്റ്റർനൂൺ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഇനി ചെന്നൈയിലോട്ട് പോകണം. അപ്പം തൽക്കാലം ബിനു ഇന്നലെ നമ്മളെ പറ്റിച്ച് ഗൈസ്. തൽക്കാലം ബുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ നമ്മൾ 2 തവണ ശ്രമിച്ചിട്ട് തൽക്കാലം കിട്ടിയില്ല. പൈസ തിരിച്ചു തന്നോളാം. പൈസ തിരിച്ചു കിട്ടി, തൽക്കാലം കിട്ടിയില്ല. അപ്പൊ നമ്മൾ ഇന്ന് വൈകുന്നേരം തൽക്കാൽ ബിനു എന്നുള്ളത് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അതിനൊരു ഒരു തേങ്ങ പറഞ്ഞതൊന്നും നടന്നിട്ടില്ല. അതെ. അപ്പോൾ വൈകുന്നേരം നമ്മൾ ചെന്നൈ സെൻട്രലിൽ നിന്ന് തന്നെ തിരിച്ച് ലോക്കൽ ട്രെയിൻ കയറി ഇടിയും കൊണ്ട് തിരിച്ച് നാട്ടിലോട്ട് പോകും. ഫോണിലെ സ്റ്റോറേജ് ഒക്കെ ഓൾമോസ്റ്റ് ഫിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനി പ്രത്യേകിച്ച് ഒരു സൈൻ ഓഫ് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ദിസ് ഈസ് മീ അനന്തൻ സൈനിങ് ഓഫ് ഫ്രം ചാനൽ 66 with my people once again, and see you guys until next time. Bye bye.